ഹായ് ഓൾ. ഞാൻ ആദ്യം എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഡോക്ടർ ഹംദാൻ. നമ്മള് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് മെയിനായിട്ട് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുറെ പേരുടെ സംശയം ക്ലിയർ ചെയ്യാനും നമ്മുടെ നഴ്സിംഗ് ആചാര്യ എന്നുള്ള നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ഓറിയന്റേഷൻ, ഒരു ഇൻട്രോ കൂടി തരാനാണ് കേട്ടോ. ഓക്കെ, ഗസ്റ്റുകളെ പരിചയപ്പെടുത്താം. നമുക്ക് ഈ ഒരു ഗസ്റ്റ് അല്ല, ആക്ച്വലി നമ്മുടെ ടീമാണ്, നമ്മുടെ ഫാക്കൽറ്റീസ് ആണ്. ഇത് നമുക്ക് ഓൾറെഡി ഗവൺമെന്റ് സെക്ടേഴ്സിലുള്ള നഴ്സിംഗ് ഫാക്കൽറ്റീസ് ഉണ്ട്, ഫോറിൻ എക്സാംസ് പഠിപ്പിക്കുന്ന നഴ്സിംഗ് ഫാക്കൽറ്റീസ് ഉണ്ട്, ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സിലുള്ള നഴ്സിംഗ് ഫാക്കൽറ്റീസ്. ഓക്കെ, വി ഹാവ് എ കമ്മ്യൂണിറ്റി ഓൾസോ. നമുക്കൊരു നഴ്സിംഗ് ആചാര്യ കമ്മ്യൂണിറ്റി ഉണ്ട് വാട്സപ്പിൽ. ഒരുപാട് പേര് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ ഇത് നടത്തുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ പല അപ്ഡേറ്റ്സ്, നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കാനും അവർക്ക് നഴ്സിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാനും കൂടിയാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പീക്കേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും. മിസ്റ്റർ വിശാന്ത്, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ടാർഗറ്റ് ഹൈ എന്ന് പറഞ്ഞ നഴ്സിംഗ് ഫീൽഡിലുള്ള വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഒരു എഡിറ്റർ ആണ്, റിവ്യൂവർ ആണ് അദ്ദേഹം. നമ്മുടെ കൂടെ ഈ ഒരു വെബിനാറിൽ കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ടോക്കിലൂടെ കിടക്കാം. പിന്നെ ഫസ്റ്റ് നമുക്ക് മിസ്റ്റർ വിശാന്തിനെ ഈ ഒരു വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യാം. ഓക്കെ, വിശാന്ത് കേൾക്കാമോ? യെസ്, ഓക്കെ. ഇദ്ദേഹത്തിന് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. നഴ്സിംഗ് കമ്മ്യൂണിറ്റിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. നമ്മൾ ഇന്ന് ഇദ്ദേഹം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, എന്തിനാണ് ഒരുപാട് നഴ്സസ് സെൻട്രൽ ഗവൺമെന്റ് ജോബ് കിട്ടിയാൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, പിന്നെ എന്തുകൊണ്ട് ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരള പോലെയുള്ള നഴ്സിംഗിന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള കേരള പോലത്തെ ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ക്ലിയർ ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ട് കുറയുന്നു. കൂടുതൽ പേരും നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആണ് കൂടുതലായിട്ട് ഈ ഒരു എക്സാമിൽ കാണുന്നത്. അതിന്റെ കാരണം, പിന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ നഴ്സിംഗിന് വേണ്ടി അവർ കോളേജിൽ കയറി പഠിക്കുന്ന സമയത്ത് തന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് അവര് പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് വിശാന്ത് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തോട് കിടക്കാം. ഓക്കെ, താങ്ക് യു സർ. അപ്പൊ സാറ് ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ്, നഴ്സിംഗ് ജോബ് തിരഞ്ഞെടുക്കണം. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളെപ്പോഴും ഏതൊരു കാര്യം എടുക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഒരു ബെനിഫിറ്റും കാണും, റിസ്ക്കും കാണും. അപ്പൊ നമ്മൾ ബെനിഫിറ്റ്സ് അല്ലേ നമ്മളെപ്പോഴും അതിനെ കുറിച്ച് തിരയുന്നത്. അപ്പൊ ഈ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്, സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ട്, എക്കണോമിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ ബെനിഫിറ്റില് ഒരു എംപ്ലോയി, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് ഒരു പുതിയൊരു എയിംസ് പോലോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് തരം തിരിക്കാം. ഒന്ന് പ്യുവർ സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ അതായത് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ലേഡി ഹാഡ്രിച്ച്, സർദാർ വല്ലഭായ് പട്ടേൽ മെഡിക്കൽ കോളേജ്, ഇതൊക്കെ പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് ആണ്. പിന്നെ നമ്മൾ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും, അതായത് എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, INIs എന്ന് പറയും. പക്ഷേ ഇപ്പൊ കറണ്ടിൽ 23 എയിംസ് ഉണ്ട് നമുക്ക്. അതില് 3 എയിംസ് ഇപ്പോഴും അണ്ടർഗോയിങ് ആണ്, കൺസ്ട്രക്ഷൻ അണ്ടർഗോയിങ്. ബാക്കി കഴിഞ്ഞ ഈ 2025 നോർത്ത് സെറ്റിൽ 17 എയിംസിലേക്കും ആളിനെ എടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 23 എയിംസ് ഉണ്ട്. ഇത് കൂടാതെ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ജിപ്മർ, PGI ചണ്ഡീഗഡ്, ഇതൊക്കെ വേറെ തന്നെ INIs ആണ്. നീഗ്രിംസ് എന്ന് പറയും, നമ്മൾ നോർത്ത് ഈസ്റ്റിലെ നീഗ്രിംസ്. അങ്ങനെ ഒരുപാട് പലതരം ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ജോബ് തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തത് നമ്മളുടെ കുട്ടികൾക്ക് സാറേ ബെറ്ററില്ല. അപ്പൊ രണ്ടാമത് നമുക്ക് നമ്മളുടെ ഫാമിലി ആയി കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയുടെ ട്രാവൽ, നമ്മൾ പറയും ലീവ്, LTC എന്ന് പറയും, LTC. പിന്നെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം, അതിന് നമുക്ക് ഒരു ഗവൺമെന്റ് ഒരു ഫിക്സഡ് എമൗണ്ട് അറൌണ്ട് 27,000 നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരുടെ 18 വയസ്സ് വരെ അതിന് നമുക്ക് തരുന്നുണ്ട്. പിന്നെ കേന്ദ്രീയ വിദ്യാലയമുള്ള സ്കൂളുകളിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫാമിലി. പിന്നെ നമുക്ക് 4 വർഷം ഓൾ ഇന്ത്യ ടൂർ പോകണമെങ്കിൽ നമുക്ക് ആ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ എപ്പോഴും പറയുന്ന ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ. അപ്പൊ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എംപ്ലോയി ഹെൽത്ത് സ്കീം ഉണ്ട്. ആ സ്കീമിൽ നമുക്ക് 60 വയസ്സ് വരെയും നമുക്ക് ഫിനാൻഷ്യലായി ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടും. അപ്പം കൂടാതെ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ ആ എംപ്ലോയിക്ക് കിട്ടേണ്ട ഒരുപാട് ലീവ്സ് ഉണ്ട്. ഇപ്പൊ ചൈൽഡ് കെയർ ലീവ് ഫീമെയിൽസിന് ആപ്ലിക്കബിൾ ആണ്,
2 വർഷം അവർക്ക് ചൈൽഡ് കെയർ ലീവ് ഉണ്ട്. പിന്നെ മെഡിക്കൽ ലീവ് വർഷം 10 മെഡിക്കൽ ലീവ് ഉണ്ട്. ഏൺ ലീവ് ഉണ്ട്. പിന്നെ ഏൺ ലീവ് 30 ഉണ്ട്. പിന്നെ പെറ്റേണിറ്റി ലീവ് 2 കുട്ടികൾക്ക് എടുക്കാം 15 ദിവസം വെച്ച്. പിന്നെ 5 വർഷം കഴിഞ്ഞ പ്രൊബേഷൻ, ഒരു എംപ്ലോയി ഒരു ഫ്രഷ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ ആദ്യത്തെ വിത്തിൻ 3 years അവർക്ക് സ്റ്റഡി ലീവ് വിത്തൗട്ട് പേയും 5 വർഷം കഴിഞ്ഞാൽ വിത്ത് പേയും അവർക്ക് കിട്ടും. 24 months ആണ് അവരുടെ. പിന്നെ ചൈൽഡ് കെയർ ലീവ് നമുക്ക് മാക്സിമം ഒറ്റ സ്പെല്ലിൽ 3 മാസം വരെ കിട്ടും. 2 വർഷത്തേക്കാണ് ചൈൽഡ് കെയർ ലീവ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഹയർ ഡിഗ്രിക്ക് വളരെ നല്ലതാണ്. പിന്നെ പോരാത്തതിന് ഒരു നഴ്സിംഗ് ഓഫീസർ പുതിയൊരു INI എയിംസ് പോലുള്ള പുതിയൊരു എയിംസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവര് സ്റ്റാഫ് നഴ്സ് അഥവാ നമ്മൾ പറയുന്ന നഴ്സിംഗ് ഓഫീസർ എന്നാണ്. അവര് സീനിയർ നഴ്സിംഗ് ഓഫീസർ ആവുകയും അത് ANS ആവുകയും അസിസ്റ്റന്റ് നഴ്സ് സൂപ്രണ്ട് ആവുകയും ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ആവുകയും അവര് നഴ്സിംഗ് സൂപ്രണ്ട് ആവുകയും ചീഫ് നഴ്സിംഗ് ഓഫീസറായിട്ട് റിട്ടയർ ആവുകയുമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് അറിയാവുന്ന പോലെ ഒരു നഴ്സിംഗ് ഓഫീസറിൽ നിന്ന് സ്റ്റാഫ് നഴ്സ് നിങ്ങൾക്ക് അറിയാം, ഒരു സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 പോകണമെങ്കിൽ ഗ്രേഡ് 1 പോകണമെങ്കിൽ നമ്മളെ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലൊക്കെ വർഷങ്ങൾ എടുക്കും. പക്ഷെ ഇത് നമ്മൾ ഒരു 10-15 വർഷം പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് സർവീസിൽ കയറി 15 വർഷം കൊണ്ട് അവർ ചീഫ് നഴ്സിംഗ് ഓഫീസർ ലെവൽ വരെ എത്തും. അപ്പൊ ഇതൊക്കെയാണ് അറ്റ് എ ഗ്ലാൻസ് എന്താണ് എയിംസിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ കയറിയാലുള്ള ഗുണം. ഈ രണ്ടാമത് സാറ് ചോദിച്ചതുപോലെ എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യൻസ് ഡോമിനേറ്റ് ചെയ്യുന്നു? സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. എൻ്റെ ഒരു 10-13 വർഷത്തെ നഴ്സിംഗ് ഗവൺമെന്റ് ജോലിയിലും അഥവാ നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു 10-20 വർഷത്തെ എൻ്റെ ഒരു പരിചയത്തിലും ഞാൻ പറയാം, എന്തുകൊണ്ട് സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻസ് ആർ ഹാർഡ് വർക്കിംഗ് ബട്ട് ദേ ആർ നോട്ട് സ്മാർട്ട് വർക്കേഴ്സ്. ദേ ആർ ഹാർഡ് വർക്കേഴ്സ്. അവർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ അവർക്ക് നല്ലവണ്ണം വൃത്തിയായിട്ട് ചെയ്യാനാണ്. നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്നത് നമുക്ക് നല്ല സ്കില്ലുണ്ട്, പക്ഷെ എക്സാം ഒരു ക്രാക്ക് ചെയ്യാൻ നമുക്ക് സ്കില്ലല്ല ആവശ്യം, നമുക്ക് സ്മാർട്ട് സ്റ്റഡിയാണ് ആവശ്യം. അല്ലാതെ നമുക്ക് ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, നമുക്ക് സ്മാർട്ട് വർക്കാണ് വേണ്ടത്. അപ്പം നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് അവരുടെ ബേസിക് ഡിഗ്രി അവർ അക്വയർ ചെയ്യും. അത് XOR ഏത് രീതിയിലും ആകാം. അത് കഴിഞ്ഞതിന് ശേഷം അവര് നേരെ ഒരു കോച്ചിങ് സെന്ററിൽ പോകും. എന്നിട്ട് അവിടെ നിന്നാണ് അവര് ബേസിക് നഴ്സിംഗ് പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാനിപ്പോ കുറ്റം പറയുന്നതല്ല, സൗത്ത് ഇന്ത്യൻസ് ആർ ഫാർ ബെറ്റർ ദാൻ നോർത്ത് ഇന്ത്യൻസ്. അവർക്കൊരു പേഷ്യന്റിനെ കെയർ ചെയ്യാനാണെങ്കിലും അവർക്കറിയാം അവർ ബേസിക് പ്രൊസീജിയേഴ്സ് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് പേഷ്യന്റിനെ ഇൻഫെക്ഷൻ മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പേഷ്യന്റിന് ബെറ്റർ കെയർ കൊടുക്കാമെന്ന് സൗത്ത് ഇന്ത്യൻസിന് അറിയാം. പക്ഷെ നോർത്ത് ഇന്ത്യൻസ് പഠിക്കുന്നത് സർക്കാർ ജോലി കിട്ടിയതിന് ശേഷമാണ്. നമ്മൾ പറയുന്നില്ലേ, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. നമ്മൾ പറയും എന്താ പറയാ, ലീവ് സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്ന് പറയും. അതാണ് ബേസിക് കൺസെപ്റ്റ്. അവരുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് പണി പഠിക്കാൻ എന്ന് പറയും. അതാണ് അവർ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് സ്മാർട്ട് സ്റ്റഡി അല്ലെങ്കിൽ സ്മാർട്ട് ആയിട്ട് എങ്ങനെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, അത് നമ്മൾ ഇനിയും പഠിക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. വൺസ് യു കംപ്ലീറ്റ് യുവർ BSc നഴ്സിംഗ് യു ഷുഡ് ഹാവ് എ ക്ലിയർ എയിം, എങ്ങനെ നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാം. നമ്മൾ ഒരുപാട് സിലബസ് ഒരുപാട് പഠിച്ചിട്ടോ അല്ല നമ്മൾ ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ടത്. ദർ ആർ സർട്ടൻ ടിപ്സ് ടു ബി ഫോളോഡ് ടു ക്രാക്ക് എ സെൻട്രൽ ഗവൺമെന്റ് എക്സാം. നമ്മളിപ്പോ പറയും നോർസെറ്റ് എന്ന് പറയും. നോർസെറ്റ് ഇപ്പൊ കഴിഞ്ഞ നോർസെറ്റ് 9 ആണ്. അതിനകത്ത് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇൻക്ലൂഡിംഗ് മിലിറ്ററി നഴ്സസ് അതിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇൻ എ ഷോർട്ട് എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യൻസ് നമ്മളെക്കാട്ടിയും കൂടുതൽ എന്തുകൊണ്ട് അവർ ക്രാക്ക് ചെയ്യുന്നു. ഒറ്റ ഉത്തരമേ ഉള്ളൂ, ദേ ആർ സ്മാർട്ട് തിങ്കേഴ്സ് ദാൻ സൗത്ത് ഇന്ത്യൻസ്. അത്ര ഒരു വാചകം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനൊരു ഷോർട്ടായിട്ട് പറയാം. എത്ര തരം നിങ്ങളൊരു ഇൻഫർമേഷന് വേണ്ടി എത്ര തരം സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിൽ, അതായത് എത്രത്തോളം സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. വേരിയസ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം നഴ്സിംഗ് ജോബ്സിന്. സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിലിൽ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മിലിറ്ററി നഴ്സിംഗ് സർവീസസ്, ESIs, റെയിൽവേ ഹോസ്പിറ്റൽസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ്തർജംഗ് ഹോസ്പിറ്റൽ ഇസ് എ പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. കലാവതി സരൺ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, ലേഡി ഹാഡ്രിജ് മെഡിക്കൽ കോളേജ്, ന്യൂഡൽഹിയിലുള്ള ലേഡി ഹാഡ്രിജ് മെഡിക്കൽ കോളേജ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്യൂബർക്ലോസിസ് ആൻഡ് റെസ്പിറേറ്ററി ഡിസീസ് സെന്റർ ന്യൂഡൽഹി, വല്ലഭായ് പട്ടേൽ ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CGHS ഡിസ്പെൻസറീസ്. ഇതാണ് പ്യുവർ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്.
ഇനി ഏതൊക്കെയാണ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയിംസ്, 23 എയിംസ് ഉണ്ട്. പിജിമർ, ജിപ്മർ, പിജിമർ ചണ്ഡീഗഡിലുള്ള പിജിമർ, പോണ്ടിച്ചേരിയിലുള്ള ജിപ്മർ, ബാംഗ്ലൂരിലുള്ള നിംഹാൻസ്, ശ്രീധർ തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സിസ്റ്റം സയൻസ് ട്രിവാൻഡ്രം, നീഗ്രിം ഷിലോങ്, RCC ട്രിവാൻഡ്രം. ഇതാണ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ESI ഹോസ്പിറ്റൽസ്, ഇത് വരുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലല്ല, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ കീഴിലാണ്. അറൌണ്ട് 145 ഹോസ്പിറ്റൽസ് ഉണ്ട്. സോറി, ESI മെഡിക്കൽ കോളേജ് ഉണ്ട്, ESI ഹോസ്പിറ്റൽസ് ഉണ്ട്. സെൻട്രൽ ഗവൺമെന്റ് റൺ ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ ചെയ്യുന്നതും. റെയിൽവേ ഹോസ്പിറ്റൽസ് അടുത്ത കാറ്റഗറിയാണ്. 16 സോൺസ് ഉണ്ട്, 125 റെയിൽവേ ഹോസ്പിറ്റൽസ് ഉണ്ട്, 586 പോളിക്ലിനിക്സ് ആൻഡ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മൾ സൗത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 11 ഹോസ്പിറ്റൽസ് ആണ് സദേൺ റെയിൽവേയിലെ കീഴിലുള്ളത്, റെയിൽവേ ഹോസ്പിറ്റൽ. ഇനി പാരാമിലിറ്ററി, ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരാള് പാരാമിലിറ്ററിയിൽ കയറുന്നെങ്കിൽ അവര് സബ് ഇൻസ്പെക്ടർ റാങ്കിലാണ് കയറുന്നത്. അത് CSF ആയാലും CRPF ആയാലും BSF ആയാലും ITBP ആയാലും. പിന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഉണ്ട്, വിച്ച് ഇസ് ഓൺലി ഫോർ ഫീമെയിൽസ്. അത് ആർമി, നേവി, എയർഫോഴ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഈ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് പേ സ്കെയിൽ തരുന്ന. ഡൽഹി ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, GMCH ചണ്ഡീഗഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, IITs, പാർലമെന്റ്, പ്രസിഡന്റ്സ് ഹൗസ്, അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്, സെൻട്രൽ ഗവൺമെന്റ് ഓൺഡ് ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, VVIP മെഡിക്കൽ ടീം. എനിക്കറിയാവുന്ന ഒരാൾ, കുറെ പേര് പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ ടീംസിലും ഉണ്ട്. ദേ ആർ ഡെപ്യൂട്ടഡ് ഫ്രം എയിംസ്. അതാണ് VVIP മെഡിക്കൽ ടീംസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഇത്രയാണ് നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ എയിംസ് 17 പേര് കഴിഞ്ഞ നോർസെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. 23 എയിംസ് ആണ് ടോട്ടൽ ഉള്ളത്. ഡൽഹി, ഭോപ്പാൽ, ഭുവനേശ്വർ, ജോധ്പൂർ, പട്ന, റായ്പൂർ, ഋഷികേശ്, റായ്ബറേലി, മംഗൾഗിരി, നാഗ്പൂർ, ബത്തിൻഡ, ദേവഗർ, ഗോരഖ്പൂർ, കല്യാണി, ബിബിനഗർ, മധുരൈ, രാജ്കട്ട്, വിജയപൂർ, അവന്തിപുര, ബിലാസ്പൂർ. ഈ പറയുന്ന 3 എയിംസ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. റിക്രൂട്ട്മെന്റ് ഇനി വരും. ചന്ദസാരി ആസാം, റെവാരി ഹരിയാന ആൻഡ് ദർഭംഗ ബീഹാർ. ഇതാണ് 3 എയിംസ്. ഇനി എന്താണ് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി നഴ്സിംഗ് ജോബിൽ ആദ്യം ഏത് പോസ്റ്റിലാണ് കയറുന്നത്? നോർസെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഓഫീസർ, ലെവൽ 7, പേ ബാൻഡ് 2, ഗ്രേഡ് പേ 4600, ബേസിക് അവർ കിട്ടുന്നത് 44,900. ഇനി എന്താണ് ക്വാളിഫിക്കേഷൻ? ഒരു നോർസെറ്റ് എഴുതണമെങ്കിൽ നിങ്ങൾ BSc നഴ്സിംഗോ BSc നഴ്സിംഗ് അംഗീകാരമോ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലോ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമോ ഉണ്ടായിരിക്കുന്ന ഒരു നഴ്സിംഗ് കോളേജിൽ പഠിച്ചിരിക്കണം. നഴ്സസ് ആൻഡ് മിഡ്വൈഫ്, കേരളത്തിലാണെങ്കിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ഇനി BSc നഴ്സിംഗ് അല്ല, ഡിപ്ലോമ നഴ്സിംഗ് പാസ്സായിട്ടുണ്ടെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 50 ബെഡ് ഹോസ്പിറ്റൽ. എന്താണ് ഏജ് ലിമിറ്റ്? 18 മുതൽ 30 വയസ്സിനുള്ള ആർക്കും അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ അവർക്ക് എഴുതാം. SC STക്ക് 5 ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട്, OBCക്ക് 3 വർഷവും, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് 10 വർഷം മാക്സിമം റിലാക്സേഷൻ, വിച്ച് ഷുഡ് നോട്ട് എക്സീഡ് 56 ഇയേഴ്സ്. 2 സ്റ്റേജിലാണ് നോർസെറ്റ് നടക്കുന്നത്. സ്റ്റേജ് 1 എന്ന് പറയുന്നത് 90 മിനിറ്റുള്ള എക്സാം ആണ്. 100 MCQs ഉണ്ട്, 100 മാർക്സ്, 4 സെക്ഷൻസ്, 20 മാർക്സ് ആർ ജനറൽ നോളജും ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടി. 80 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നഴ്സിംഗ് കോഴ്സിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് 1/3 മാർക്സ് നെഗറ്റീവ് മാർക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ 5 സെക്ഷൻ, ഓരോ സെക്ഷനും 18 മിനിറ്റ്, ഈച്ച് സെക്ഷനിലും 20 ക്വസ്റ്റ്യൻ, അങ്ങനെ 100 ക്വസ്റ്റ്യൻ, 90 മിനിറ്റ്. സ്റ്റേജ് 1 പ്രിലിമിനറി എക്സാമിനാണ്. സ്റ്റേജ് നോർസെറ്റിൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സാം പാസ്സാവണമെങ്കിൽ നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറിയിലോ EWS കാറ്റഗറിയിലോ 50% മാർക്ക് കൊണ്ടുവരണം. 45% OBCയിലും 40% SC STയിലും കൊണ്ടുവരണം. റിലാക്സേഷൻ ഉണ്ട്. PWD കാൻഡിഡേറ്റ്സിന് 5% റിലാക്സേഷൻ എല്ലാ കാറ്റഗറിക്കും കൊടുക്കുന്നതായിരിക്കും. ക്വാളിഫയിങ് മാർക്സ് ആണ് ഇത് പറഞ്ഞത്. ഇനി സ്റ്റേജ് 1 പാസ്സായാൽ മാത്രമേ നിങ്ങൾ സ്റ്റേജ് 2 CBT മെയിൻസ് എക്സാം എന്ന് പറയും. അത് സ്റ്റേജ് 1 എപ്പോഴും ക്വാളിഫയിങ് എക്സാം ആണ്. നിങ്ങൾ റാങ്ക് മേടിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല, ക്വാളിഫൈ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്റ്റേജ് 2 എഴുതാൻ പറ്റും. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ 160 MCQs ഉണ്ട്, 160 മാർക്കിനാണ് എക്സാം. 4 ഓൾട്ടർനേറ്റീവ് ആണ് ഈച്ച് ക്വസ്റ്റ്യനും. എല്ലാ ക്വസ്റ്റ്യനും വരുന്നത് നഴ്സിംഗ് കോഴ്സിൽ നിന്നാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ GK ഇവിടെ ഇല്ല, എല്ലാം നഴ്സിംഗ് കോമ്പിറ്റൻസി ബേസ്ഡ് ആണ്. പലതരം എക്സാമുകൾ ഉണ്ടാകും, ഒബ്ജക്റ്റീവ് ഉണ്ടാകും, പിക്ചർ തരും, അതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 1/3, ക്വസ്റ്റ്യൻ പേപ്പർ 4 സെക്ഷൻ, 45 മിനിറ്റ്സ് ഈച്ച്, 40 ക്വസ്റ്റ്യൻ ഈച്ച്. ഇപ്പൊ 40 × 4 160.
സ്റ്റേജ് 2-ൽ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 50% വേണം. ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അൺറിസർവ്ഡോ EWS ആണെങ്കിൽ, OBC ആണെങ്കിൽ 45%, SC/ST ആണെങ്കിൽ 40%. അഡീഷണൽ 5% റിലാക്സേഷൻ ഇറസ്പെക്റ്റീവ് കാറ്റഗറി PWD കൊടുക്കുന്നതായിരിക്കും. ഇനി ടൈ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്ക് ഒരേ മാർക്ക് ആണെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ? ആദ്യമേ അവർ നോക്കുന്നത് ആരാണ് ഓൾഡർ കാൻഡിഡേറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കും. അതിന് റിസോൾവ് ആയില്ലെങ്കിൽ എത്ര പേര് തെറ്റിച്ച്, അതായത് മിനിമം നെഗറ്റീവ് മാർക്ക് ആരാണ് കൊണ്ടുവന്നത് അവരായിരിക്കും പ്ലേസ് ചെയ്യുന്നവർ ആദ്യമായിട്ട്. അത് നിങ്ങളെ നോർസെറ്റ് സ്കോറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി വൺസ് നിങ്ങൾ എയിംസിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ റോൾസ് ആയിരിക്കും അവിടെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ആവാൻ പറ്റും, നഴ്സ് ഇൻഫോർമാറ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ആവാൻ പറ്റും, ഓസ്റ്റോമി നഴ്സ് ആവാൻ പറ്റും, വൂണ്ട് കെയർ നഴ്സ് ആവാൻ പറ്റും, ട്രോമ നഴ്സ് കോർഡിനേറ്റർ ആവാൻ പറ്റും, നഴ്സ് കോർഡിനേറ്റർ ഫോർ ഓർഗൻ ഡൊണേഷൻ ഡ്രൈവർ ആകാൻ പറ്റും, ഹാർട്ട് ഫെയിലിയർ നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആകാൻ പറ്റും, ഇൻ സർവീസ് എഡ്യൂക്കേറ്റർ, ക്വാളിറ്റി കൺട്രോൾ നഴ്സ്, ട്രയാജ് നഴ്സ്. ഇതൊക്കെ എമേർജിംഗ് റോൾസ് ഇൻ എയിംസ് ആണ്. ഇനി ബെനിഫിറ്റ്സ് എന്താണ്? എയിംസിൽ ജോലി ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്? സാലറി നിങ്ങൾക്ക് കറക്റ്റ് 30-ാം തീയതി കിട്ടും. 30-31 നിങ്ങൾക്ക് സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ജോബ് സെക്യൂർഡ് ആണ്. NPS പറഞ്ഞു, OPS ആണ് സെൻട്രൽ ഗവൺമെന്റ്, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പം വാർത്തയിലെ കണ്ടാണ്. OPS, ഓൾഡ് പെൻഷൻ സ്കീം, സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് നേരത്തെ പറഞ്ഞ ഹോസ്പിറ്റലിൽ ലാഗുവായി. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റൽസിനും എയിംസിലേക്ക് വരും. ഇപ്പം നിലവിൽ NPS ആണ്. EHS ബെനിഫിറ്റ് എന്ന് പറയും, എംപ്ലോയിയൽ സ്കീം, ഹൗസിംഗ് ഫെസിലിറ്റി, അട്രാക്റ്റീവ് സാലറി സ്കെയിൽ ആണ്. നിങ്ങൾക്ക് അലവൻസസ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. LTC ഉണ്ടാവും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും. LTC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ പോകണമെങ്കിൽ ആദ്യത്തെ 8 വർഷം, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ CNE ആൻഡ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ, സ്റ്റഡി ലീവ് ഉണ്ട്, മെഡിക്കൽ ലീവ് ഉണ്ട്, CCL ഉണ്ട്, സോഷ്യൽ സ്റ്റാറ്റസ് വളരെയാണ്. നിങ്ങൾ നാട്ടിൽ പറയാൻ പറ്റുന്ന എയിംസിലാണ് ജോലി ചെയ്യുന്നത്, ഇന്ന പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത്, ഇപ്പൊ സോഷ്യലി നിങ്ങൾ വെൽ റെക്കഗ്നൈസ്ഡ് ആയിരിക്കും. ഇൻക്രിമെന്റ്സും പ്രൊമോഷൻസും ഉണ്ടായിരിക്കും. ഇനി എന്താണ് പ്രൊമോഷൻസ്? നഴ്സിംഗ് സർവീസിൽ നിങ്ങൾ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾ സീനിയർ നഴ്സിംഗ് ഓഫീസർ ആവും, ലെവൽ 8. ANS ആകും, അസിസ്റ്റന്റ് നഴ്സിംഗ് സൂപ്രണ്ട്, ലെവൽ 10. പിന്നെ പ്രൊമോട്ടായി DNS ആകും, ലെവൽ 10. നഴ്സിംഗ് സൂപ്രണ്ട് ആവും, ലെവൽ 11. CNO ആവും, ലെവൽ 12. ഇതാണ് ലെവൽ ആസ് പെർ 7 CPC. ഇനി അലവൻസ്, എന്തൊക്കെ അലവൻസ് നഴ്സിംഗ് ഓഫീസറിന് കിട്ടും? DNS അലവൻസ് കിട്ടും. എല്ലാ 6 മാസവും നിങ്ങളുടെ DA ഹൈക്ക് ആവും. ഹൗസ് റെന്റ് അലവൻസ്, അതായത് ഇന്ത്യയിലുള്ള പല സിറ്റീസിനും XYZ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏത് എയിംസ് ആണ്, സപ്പോസ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക എയിംസ് ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് അലവൻസ് എന്ന് പറയുന്നത് 24% ഓഫ് ബേസിക് പേ ആയിരിക്കും. അതായത് ബേസിക് പേ 26% നിങ്ങൾക്ക് HRA ആയിട്ട് കിട്ടും. Y സിറ്റിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, സപ്പോസ് നിങ്ങൾ ജോലി ചെയ്യുന്ന പട്ന പോലുള്ള നഗരത്തിലാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 16% ആയിരിക്കും നിങ്ങളുടെ 16% ബേസിക്കിന്റെ ആയിരിക്കും നിങ്ങൾക്ക് Y കാറ്റഗറിയിൽ HRA കിട്ടുന്നത്. ഇനി നിങ്ങൾ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ദേവ്ഗറിലായിരിക്കും, എയിംസ് ദേവ്ഗർ ജാർഖണ്ഡിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബേസിക്കിന് 8% കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഇന്ത്യയിലുള്ള എല്ലാ സിറ്റീസിനും XYZ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അതർ അലവൻസ്, എന്തൊക്കെ അതർ അലവൻസ്? നഴ്സിംഗ് അലവൻസ് ഉണ്ട് 7200 മാസം. യൂണിഫോം അലവൻസ് ഉണ്ട് 1800. ഇത് കൂടിയിട്ടുണ്ട്, ഇതിപ്പം 9000-ഉം 1800-ഉം ആയി, 2200 സംതിങ്ങും ആയി. യൂണിഫോം അലവൻസ് കൂടിയിട്ടുണ്ട്. ഇത് ലാസ്റ്റ് മാസത്തെയാണ് ഞാൻ പറഞ്ഞത്. ഇത് കിട്ടിയിട്ടില്ല, കിട്ടി തുടങ്ങിയിട്ടില്ല, കിട്ടും. ട്രാൻസ്പോർട്ട് അപ്രൂവലായി. ട്രാൻസ്പോർട്ട് അലവൻസ് ആണ് 3500 മുതൽ 4500 പെർ മന്ത്. ഹയർ ഡിഗ്രി 1000 മുതൽ 2000 പെർ മന്ത്. സ്പെഷ്യൽ ഏരിയ അലവൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ICUയിലോ OTയിലാണ് ജോലി ചെയ്യുന്നെങ്കിൽ 540 പെർ മന്ത് നിങ്ങൾക്ക് കിട്ടും. ഇത് ബേസിക് കൂടാതെയാണ് ഈ പൈസ കിട്ടുന്നത്. ഇനി അതർ സ്പെഷ്യൽ അലവൻസ്, ബാഗേജ് അലവൻസ് ഉണ്ട്, once in 2 years നിങ്ങൾക്ക് കിട്ടും. ഹാൻഡിക്യാപ്പ് അലവൻസ്, ന്യൂസ് പേപ്പർ അലവൻസ്. നിങ്ങൾ SNO ആയി കഴിഞ്ഞാൽ, ലെവൽ 8 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം 500 രൂപ വെച്ച് 6 മാസത്തേക്ക് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ അലവൻസ് 1 വർഷം കിട്ടും, മാസം 500 രൂപ. പിന്നെ ടെലിഫോൺ അലവൻസ്, നിങ്ങൾ ANS ആയി കഴിഞ്ഞാൽ ലെവൽ 10, അപ്പൊ നിങ്ങൾക്ക് ടെലിഫോൺ അലവൻസ്, വൈഫൈ അലവൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് മാസം നിങ്ങളുടെ 1300, അപ്രോക്സിമേറ്റ്ലി 1300 ആണെന്ന് പെർ മന്ത്, അത് കിട്ടും. പിന്നെ നഴ്സിംഗ് ഓഫീസർ ആണെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ ഫ്രീ റീഇംബേഴ്സ്മെന്റ് ഓരോ കുട്ടിക്കും 27,000 രൂപ, അതായത് 2 കുട്ടികൾക്ക് ആനുവലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ വർഷവും നിങ്ങൾ സർവീസ് ഉള്ളവർക്കും കിട്ടും. LTC നിങ്ങൾക്ക് ആസ് എ നഴ്സിംഗ് ഓഫീസർ സെക്കൻഡ് AC രാജധാനി ടിക്കറ്റ് 8 വർഷം വരെ കിട്ടും. അത് കഴിഞ്ഞ് 2 വർഷം കൂടുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും കിട്ടും. ഓൾ ഇന്ത്യ ടൂർ നിങ്ങൾക്ക് ഫാമിലിയോടൊപ്പം സഞ്ചരിക്കാം വിതിൻ 4 years, എവറി 4 years. ഇനി എന്തൊക്കെ ലീവ്? ഒരു നഴ്സിംഗ് ഓഫീസർ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 8 CL 2 RH, EL 30 1 വർഷം, ML 10, സ്റ്റഡി ലീവ് 24 മാസം, മെറ്റേണിറ്റി ലീവ് 180 ദിവസം, 2 പ്രഗ്നൻസിക്കാണ് കിട്ടുന്നത് ഫീമെയിൽസിന്. CCL 2 വർഷം കിട്ടും, അത് 3 മാസം ഒരുമിച്ചെടുക്കാം. പെറ്റേണിറ്റി ലീവ് 15 ദിവസം, 2 കുട്ടികൾ കിട്ടും.
ചൈൽഡ് അഡോപ്ഷൻ ലീവ്. ഇപ്പൊ നിങ്ങൾ കുട്ടി അഡോപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 6 months വരെ ലീവ് ഉണ്ട്. ഇതൊക്കെയാണ് ഇൻ ഷോർട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. അധികം ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് സെഷനിൽ അപ്ഡേറ്റ് ചെയ്താൽ നമുക്കത് ഇതിന്റെ കൂടെ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. സാർ വളരെ 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 സിമ്പിൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ.